ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു വർക്ക് പവർ എനർജി എന്ന ചാപ്റ്ററിലെ ഏതാനും പ്രോബ്ലങ്ങൾ നമ്മൾ ട്രൈ ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം കുറച്ച് പ്രോബ്ലംസ് ചെയ്തിരുന്നു. കുറച്ചെണ്ണം കൂടെ പ്രാതിനിധ്യ സ്വഭാവമുള്ള കുറച്ച് പ്രോബ്ലംസ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്ക്രീന് ഷെയർ ചെയ്യാൻ തുടങ്ങിയില്ലല്ലേ? ഇതാണ് ഏഴാമത്തെ ചോദ്യമാണ്. അതിൽ വർക്ക് പവർ എനർജി സ്പീഡ് ആൻഡ് വെലോസിറ്റി എന്നുള്ള ചാപ്റ്ററിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ഫൈൻഡ് ദ പവർ റിക്വയർഡ് ടു പമ്പ് 75 tons of water to a height of 35 meters in 1 minute. 75 ടൺ വെള്ളത്തെ 35 മീറ്റർ ഉയരത്തിലേക്ക് 1 മിനിറ്റ് കൊണ്ട് പമ്പ് ചെയ്യണമെങ്കിൽ ആ പമ്പിൻ്റെ പവർ എത്രയാണ്? പവർ റിക്വയർഡ് ടു പമ്പ്. അപ്പോൾ നമ്മൾ എത്ര ഭാരമാണ് നമുക്ക് ഉയർത്തേണ്ടത്? 75 ടൺ. 75 ടൺ എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാമാണ്? 75 ഇൻറ്റു 1000. ഒരു ടൺ എത്ര കെ ജിയാണ്? 1000 കെ ജി. ഓക്കെ, നമുക്ക് ന്യൂട്ടണിലാക്കണം. അവസാനം 9.8 കൊണ്ട് ഗുണിച്ച് ന്യൂട്ടണിലാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആദ്യം തന്നെ ഗുണിക്കാം. 75,000 ഇൻറ്റു 9.8 കൊണ്ട് ഗുണിച്ചാൽ അത്രയും ന്യൂട്ടൺ ഫോഴ്സാണ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ കെ ജിയിൽ കണ്ടുവച്ചിരിക്കുന്നു. ഡിസ്റ്റൻസ് മൂവ്ഡ് 35 മീറ്റർ, 35 മീറ്റർ ഉയരത്തിലേക്കാണ്. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെതിരെ 35 മീറ്റർ ഹൈറ്റിലേക്ക് ആ വെള്ളത്തിനെ പമ്പ് ചെയ്യണം. സമയം എടുക്കാവുന്ന സമയം 1 മിനിറ്റ്. 1 മിനിറ്റ് പറഞ്ഞാൽ നമ്മൾ ഇതിലെല്ലാം സമയത്തിൻ്റെ യൂണിറ്റുകൾ നമ്മളെപ്പോഴും സെക്കൻഡിൽ എടുക്കുന്നത്. വർക്ക് പവർ എനർജി ഇതൊക്കെ കാണുമ്പോൾ അപ്പോൾ സെക്കൻഡ്. വർക്ക് വാട്ട്സ് എന്ന് പറയുന്നത് വർക്ക് ഡൺ പെർ സെക്കൻഡ് ആണല്ലോ. അപ്പോൾ ഒരു വാട്ട്സിലൊക്കെ കാണണമെങ്കിൽ അപ്പോൾ 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ്. പവർ റിക്വയർഡ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് മൂവ്ഡ് അല്ലേ? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ട്രാവൽഡ്, അതായത് വർക്ക് ഡൺ ബൈ ടൈം, അതാണ് പവർ. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് മൂവ്ഡ് എന്ന് പറയുമ്പോൾ വർക്ക് ഡൺ ആയി. അതിൻ്റെ സമയമാണ്, സമയം കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്കതിൻ്റെ എത്ര വാട്ട്സ് ആണെന്ന് കിട്ടും. വാട്ട്സ് എന്നല്ല, അല്ലെങ്കിൽ പവർ എത്രയാണെന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന വാല്യൂകളുടെ യൂണിറ്റിനനുസരിച്ച് അതിന് മാറും. അപ്പോൾ 75 ഇൻറ്റു 1000 കെ ജി ഇൻറ്റു 35 മീറ്റർ ഇൻ 1 സെക്കൻഡ്. അപ്പോൾ 75,000 ഇൻറ്റു 35 കെ ജി മീറ്റർ പെർ സെക്കൻഡ്. 35/60, ടൈം 60 കൊണ്ട് ഹരിക്കണം. കെ ജി മീറ്റർ പെർ സെക്കൻഡ്. ഈ വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്തു. ഫോഴ്സ് 75,000, ഡിസ്റ്റൻസ് മൂവ്ഡ് 35 മീറ്റർ, ടൈം 60 സെക്കൻഡ്. അത് അപ്ലൈ ചെയ്തു. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കെ ജി മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ ഞാൻ അതിൽ തെറ്റിപ്പോയല്ലോ. അത് കെ ജി മീറ്റർ പെർ സെക്കൻഡ്, അതായത് 43,750 കെ ജി മീറ്റർ പെർ സെക്കൻഡ്. അതിനെ വാട്ട്സിലാക്കണമെങ്കിൽ ഇത് ജൂൾസ് പെർ സെക്കൻഡ് ആവും. ഇപ്പം 9.8 കൊണ്ട് ഗുണിച്ച് ഇൻറ്റു 9.8 ജൂൾസ് പെർ സെക്കൻഡ് എന്ന് വേണം. അപ്പോൾ ഈ ചിത്രം ഇവിടെ ഇത് പ്രശ്നമാണല്ലോ. ഞാൻ എഴുതിയത് ജൂൾസ് പെർ സെക്കൻഡ്. ജൂൾസ് പെർ സെക്കൻഡിന് നമ്മൾ 1000 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ കിലോ ജൂൾസ് പെർ സെക്കൻഡ്. അതായത് ജൂൾസ് പെർ സെക്കൻഡ് ആകുമ്പോൾ അത് വാട്ട്സ് ആണ്. അപ്പോൾ ഈ 428 1000 കൊണ്ട് ഹരിച്ചു കിലോ ജൂൾ, വലിയ ഹയർ യൂണിറ്റ്. അപ്പോൾ 428 കിലോ ജൂൾ പെർ സെക്കൻഡ്, അതായത് 428 കിലോ വാട്ട്സ് എന്നാണ് അതിൻ്റെ ആൻസർ. ഞാൻ